സ്പീഡ് ട്രാക്കുകളിൽ പതുക്കെ വാഹനമോടിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ഗുരുതരമായ ഗതാഗത ലംഘനമാണെന്ന് ആർഒപി അറിയിച്ചു. അത്തരം പെരുമാറ്റം ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഡ്രൈവർമാർ ഓരോ ട്രാക്കുകളിലും നിശ്ചയിച്ചിട്ടുള്ള വേഗത നിലനിർത്തണമെന്ന് ട്രാഫിക് സേഫ്റ്റി ഡിജിയിലെ നാഷണൽ കമ്മിറ്റി ഫോർ റോഡ് സേഫ്റ്റിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ സെയ്ഫ് ബിൻ അഹമ്മദ് അൽ റമദാനി പറഞ്ഞു. വേഗത കുറച്ച് വാഹനമോടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ട്രാക്കുകൾ തെരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ ജീവനും അപായത്തിലാകും. പ്രധാന റോഡുകളുടെ ഇടതുവശത്തെ പാതകളിൽ സാവധാനം വാഹനമോടിക്കുന്നത് മറ്റ് ഡ്രൈവർമാരെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്റർ ഉള്ള പാതകളിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നതോ പിന്നിൽ നിന്ന് വരുന്ന വേഗതയേറിയ വാഹനങ്ങൾക്ക് വഴി മാറി കൊടുക്കാത്തതോ ആയ ഡ്രൈവർമാർ അനാവശ്യ കാലതാമസത്തിനും അപകട സാധ്യതകൾക്കും വഴിയൊരുക്കുന്നതായി റോയൽ ഒമാൻ പോലീസ് നിരീക്ഷിച്ചിട്ടുണ്ട്. അനുഭവക്കുറവ്, ഉത്കണ്ഠ, മൊബൈൽ ഫോൺ ഉപയോഗം, ശരിയായ ലെയിൻ ഉപയോഗത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ എന്നിവയാണ് ഈ മന്ദഗതിയിലുള്ള ഡ്രൈവിംഗിനുള്ള കാരണങ്ങൾ. കുറഞ്ഞ വേഗതാ പരിധിക്ക് താഴെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തുന്നതിനായി നൂതന വേഗത നിയന്ത്രണ റഡാറുകൾ അധികൃതർ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.